മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയായിരുന്നു ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഉപ്പും മുളകും. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് പരമ്പരയുടെ ആരാധകരെ തേടി ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തുവന്നത്. പരമ്പരയിലെ പ്രമുഖ നടിക്കെതിരെ ലൈംഗിക അതിക്രമം നടന്നു എന്നായിരുന്നു പുറത്തുവന്ന വാർത്തകൾ. എങ്കിലും പ്രതി ആരാണെന്നറിഞ്ഞതിന് പിന്നാലെയാണ് ആരാധകരെല്ലാവരും ഏറെ ഞെട്ടിയത് എന്ന് വേണം പറയാൻ. കാരവാനിൽ വസ്ത്രം മാറുന്നതിനിടയിൽ നടിയുടെ ചിത്രങ്ങൾ എടുത്തു എന്നായിരുന്നു പരാതി. ഇതിന് പിന്നാലെയാണ് നടൻ ബിജു സോപാനത്തിന്റെയും SP ശ്രീകുമാറിന്റെയും എതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നീട് അങ്ങോട്ട് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും. തൊട്ടു പിന്നാലെ ആ നടി ആരായിരിക്കും എന്നാണ് ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത്. വാർത്തകളിലൊക്കെ തന്നെയും പ്രമുഖ നടി എന്ന് മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. പൊതുവെ പരാതിക്കാരിയുടെ പേര് എവിടെയും വെളിപ്പെടുത്താറില്ല. എന്നാൽ പ്രതികളുടെ പേര് എല്ലായിടത്തും വെളിപ്പെടുത്താറുണ്ട്. അങ്ങനെ തന്നെയാണ് SP ശ്രീകുമാറിന്റെയും ബിജു സോപാനത്തിന്റെയും എതിരെയുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. പരാതിക്കാരുടെ പേരോ വിവരങ്ങളോ പുറത്തു വരാത്തതിന് പിന്നാലെ തന്നെ ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത് ആ നടി ആരായിരിക്കും എന്നായിരുന്നു. പ്രമുഖ നടി എന്ന് മാത്രമായിരുന്നു ഉദാഹരണമായി നൽകിയത്. പിന്നീട് അങ്ങോട്ട് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പരമ്പരയിൽ SP ശ്രീകുമാറിന്റെ ഭാര്യയായ ഗൗരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഗൗരി ഉണ്ണി ഇപ്പോൾ പ്രതികരണം അറിയിച്ച് രംഗത്തെത്തുകയാണ്. താരത്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഞാനല്ല ആ പരാതിക്കാരിയായ നടി. ഞാൻ കുറച്ചധികം ദിവസമായി ഒരു യാത്രയിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പരമ്പരയിൽ നിന്നും ചെറിയൊരു ബ്രേക്ക് എടുത്തത്. ഒട്ടും വൈകാതെ ഞാൻ പരമ്പരയിലേക്ക് തന്നെ തിരിച്ചെത്തും എന്നായിരുന്നു ഗൗരിയുടെ വാക്കുകൾ. പിന്നീട് ആരാധകരെല്ലാവരും പറഞ്ഞത് പരമ്പരയിൽ 9 വർഷത്തോളമായി പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ജൂഹിയോ, നിഷ സാരംഗോ, ശിവാനിയോ ആയിരിക്കും പരാതിക്കാരി എന്നായിരുന്നു. എന്നാൽ ഈ 3 പേരിൽ ആരാണ് എന്നുള്ളതിന് ഒരു വ്യക്തമായ വിവരവും ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല. സത്യാവസ്ഥകൾ അറിയാതെ ഒരിക്കലും വ്യാജ വാർത്തകൾ വിശ്വസിക്കാനും കഴിയില്ല. ആരാണ് ആ നടി എന്നുള്ളത് പുറത്തു വരാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റിവെച്ച് അത്തരത്തിലുള്ള സംശയങ്ങളൊന്നും തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാതിരിക്കുക. എന്തൊക്കെയായാലും പരാതിക്കാരിയുടെ പരാതിയെ തുടർന്ന് തൃക്കാക്കര പോലീസ് കേസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും ചിലപ്പോൾ ഈ നടിയുടെയും പരാതി പരിശോധിക്കുക എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ.